Today we are going to discuss about World War occurred due to the competition and conflict among imperialist nations for colonies and markets. മാർക്കറ്റുകളും കോളനികളും പിടിച്ചടക്കാൻ വേണ്ടി സാമ്രാജ്യത്വ രാജ്യങ്ങൾക്കിടയിൽ നടന്ന മത്സരവും അതിനോടനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങളുമാണ് ലോകത്തെ ഒരു ലോകയുദ്ധത്തിലേക്ക് നയിച്ചത്. Then there is several reasons for World War. വേൾഡ് വാറിന് ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. So we are going to discuss about the reasons of First World War. ലോകത്ത് നടന്ന ഒന്നാമത്തെ ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. The competition and conflict among imperialist nations for colonies and markets is the first reason for World War. അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളും അവർക്കിടയിലുണ്ടായ മത്സരവുമാണ് ആദ്യമായിട്ട് ലോകയുദ്ധത്തിലേക്ക് നയിച്ചത്. Due to competition and conflict, it led to them a mutual distrust and enmity among imperialist nations. അങ്ങനെ അവർ പരസ്പരം മത്സരവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അത് അവർക്കിടയിൽ പരസ്പരം വിശ്വാസമില്ലായ്മയും ശത്രുതയും വളർത്തി. Then we can say that the mutual distrust and enmity is the another reason for World War. അവർക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടായപ്പോൾ അവർക്കിടയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ ശത്രുത കൂടി. This is the another reason for First World War. Then due to the mutual distrust and enmity, the all nations afraid about another nations. ഇങ്ങനെ ശത്രുതയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും മറ്റുള്ള രാജ്യങ്ങളെ പേടിയായി തുടങ്ങി. സോ ദേ signed military alliance with some nations. അപ്പോൾ പല രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി. സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യില്ല, അവർക്ക് നേരെ എതിർക്കാനോ പ്രശ്നങ്ങൾക്കോ വരികയില്ല. സോ ദേ ഫോംഡ് മിലിറ്ററി അലയൻസ്. ദ ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് is the another reason for First World War, because the formation of military alliance created a war atmosphere in Europe. ഇങ്ങനെ സൈനിക സഖ്യങ്ങൾ ഉണ്ടായപ്പോൾ ഓരോ രാജ്യവും നമ്മുടെ സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കി, ഇനി നമ്മൾക്കെതിരെ ആര് വന്നാലും നമ്മൾ ഒരുമിച്ച് പോരാടും എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു അറ്റ്മോസ്ഫിയർ, ഒരു രീതി ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി. Then which are the military alliance that formed during this time? ഈ ഒരു അവസരത്തിൽ ഉണ്ടാക്കിയ മിലിറ്ററി അലിയൻസ് ഏതൊക്കെയാണ്? First one is Triple Alliance and the second one is Triple Entente. Then which are the countries that included in Triple Alliance? It is Germany, Austria-Hungary and Italy. Then which are the countries that included in Triple Entente? England, France and Russia. Then these are the important military alliance formed during this time. ഈ ഒരു അവസരത്തിൽ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട രണ്ട് സൈനിക സഖ്യങ്ങളാണ് ഈ പറഞ്ഞത്. After the formation of military alliance, each and every imperialist nations, they started manufacturing and buying lethal weapons. സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാ സാമ്രാജ്യത്വ ശക്തികളും അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാനും
ഉണ്ടാക്കുവാനും തുടങ്ങി. ദിസ് ആൾസോ ക്രിയേറ്റഡ് എ വാർ അറ്റ്മോസ്ഫിയർ ഇൻ യൂറോപ്പ്. ഇതും യൂറോപ്പിൽ ഒരു യുദ്ധപ്രതീതി ഉണ്ടാക്കി. സോ വി ക്യാൻ സേ ദാറ്റ് manufacturing and buying lethal weapons also the another factor for First World War. Then but the competition among imperialist nations also continued. പക്ഷേ ഇമ്പീരിയലിസ്റ്റ് നാഷൻസിന് തമ്മിലുള്ള ഈ മത്സരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. For to win in these competitions, the European nations and imperialist nations, they implemented several strategies and methods. ഈ മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ വേണ്ടി ഓരോ സാമ്രാജ്യത്വ ശക്തികളും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങി. From that, the important strategy and method is aggressive nationalism. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് അഗ്രസീവ് നാഷണലിസം. വാട്ട് യു മീൻ ബൈ നാഷണലിസം? എന്താണ് നാഷണലിസം എന്ന് പറഞ്ഞാൽ? നാഷണലിസം ഈസ് എ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ഓൾ പീപ്പിൾ ഓഫ് എ കൺട്രി ഇർറെസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, റീജിയൻ ആൻഡ് എവരിത്തിങ്. ഒരു രാജ്യത്തുള്ള ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാവാം. അതിൽ വർഗവ്യത്യാസമെന്നോ വർണ്ണവ്യത്യാസമെന്നോ ഒരു ദേശവ്യത്യാസമെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ നിൽക്കുക. ഇതാണ് നാഷണലിസം. ബട്ട് അഗ്രസീവ് നാഷണലിസം ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം നാഷണലിസം. വാട്ട് യു മീൻ ബൈ aggressive nationalism? Aggressive nationalism is considered as their own nations as the supreme and justified whatever be the actions of their nation. Aggressive nationalism എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള ജനങ്ങൾ അവരുടെ രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഏറ്റവും വലുത്. അവരുടെ രാജ്യം എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ന്യായീകരിക്കാം. This type of nationalism is known as aggressive nationalism. Aggressive nationalism is the important method implemented by imperialist nations to win in the competition among imperialist nations. അവർക്കിടയിൽ വിജയിക്കാൻ വേണ്ടി അന്നത്തെ സാമ്രാജ്യത്വ ശക്തികൾ കണ്ടുപിടിച്ച പുതിയൊരു രീതിയായിരുന്നു aggressive nationalism. So we can say that aggressive nationalism is also the another factor for First World War. First World Warന്റെ മറ്റൊരു ഘടകമായിട്ട് കാരണമായിട്ട് നമുക്ക് എന്തിനെ പറയാൻ പറ്റും? അഗ്രസീവ് നാഷണലിസത്തെ പറ്റി പറയാൻ പറ്റും. Due to aggressive nationalism, various movements occurred in Europe. അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ നടന്നു. Then what are the movements based on aggressive nationalism? അഗ്രസീവ് നാഷണലിസവുമായി ബന്ധപ്പെട്ട് നടന്ന മൂവ്മെൻറ്റുകൾ, പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? The first one is Pan-Slav movement, second one is Pan-German movement, third one is Revenge movement. Pan-Slav movement is the movement based on aggressive nationalism. അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ബേസിൽ ഭാഗമായി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് പാൻസ്ലാവ് മൂവ്മെൻറ്റ്. വാട്ട് ഡു യു മീൻ ബൈ പാൻസ്ലാവ് മൂവ്മെൻറ്റ്? പാൻസ്ലാവ് മൂവ്മെൻറ്റ് ഈസ് ദാറ്റ് റഷ്യ വാണ്ടഡ് ടു യുണൈറ്റ് ദ സ്ലാവിക് പീപ്പിൾ ഓഫ് സെർബിയ, ബൾഗേറിയ, ഗ്രീസ് ആൻഡ് എക്സെട്ര ഇൻ ഈസ്റ്റേൺ യൂറോപ്പ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റഷ്യ. കിഴക്കൻ യൂറോപ്പിലെ രാജ്യങ്ങളായ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലുള്ള സ്ലാവ് വംശജർ എന്ന് പറഞ്ഞാൽ സ്ലാവിക് ഭാഷ സംസാരിക്കുന്ന റഷ്യയിലെ ജനങ്ങളെപ്പോലത്തെ ആളുകൾ, അവരെ റഷ്യയുടെ കീഴിൽ ഏകീകരിക്കാൻ വേണ്ടി റഷ്യ ആഗ്രഹിച്ചു. ഫോർ ദിസ് റഷ്യ ഫോംഡ് പാൻസ്ലാവ് മൂവ്മെൻറ്റ് ഇൻ ദാറ്റ് റീജിയൻ. അങ്ങനെ ഈ ഏരിയയിൽ ബൾഗേറിയയിലും സെർബിയയിലും ഗ്രീസിലും
റഷ്യയുടെ സഹായത്തോടു കൂടി അവർ തുടങ്ങിയ സ്ലാവ് പീപ്പിൾ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് പാൻസ്ലാവ് മൂവ്മെൻറ്റ്. പാൻസ്ലാവ് മൂവ്മെൻറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ അഗ്രസീവ് നാഷണലിസം. സ്വന്തം ആളുകളെ സ്വന്തക്കാരായി കരുതുന്ന ഒരു രീതി, അതാണ് പാൻസ്ലാവ് മൂവ്മെൻറ്റിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത്. The another movement based on aggressive nationalism is Pan-German movement. What do you mean by Pan-German movement? Pan-German movement is nothing but to establish dominance in Central Europe and Balkan provinces. Germany planned to unite the Teutonic people. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും, ബാൾക്കൻ മേഖല എന്ന് പറഞ്ഞാൽ ബാൾക്കൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽപ്പെട്ട കുറച്ച് രാജ്യങ്ങൾ, ആ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി ജർമ്മനി കണ്ടെത്തിയ ഒരു മാർഗമാണ് ട്യൂട്ടോണിക് വർഗത്തിൽപ്പെട്ട ജനങ്ങളെ എന്ത് ചെയ്യുക, ഏകീകരിക്കുക. ട്യൂട്ടോണിക് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെ എന്ത് ചെയ്യുക, മധ്യ യൂറോപ്പിലും അതുപോലെ ബാൾക്കൻ രാജ്യങ്ങളിലുമുള്ള ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെ ഏകീകരിക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചു? ജർമ്മനി തീരുമാനിച്ചു. ഫോർ ദിസ് ജർമ്മനി സ്റ്റാർട്ടഡ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ഇതിനു വേണ്ടിയാണ് ജർമ്മനി പാൻ ജർമ്മൻ പ്രസ്ഥാനം തുടങ്ങിയത്. അതായത് അവരുടെ ഭാഷ സംസാരിക്കുന്ന ആളുകൾ അവരുടേതായിട്ടുണ്ട് കരുതുക, അതിനപ്പുറത്തേക്ക് വേറെ ആരുമില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ അവർ കൊണ്ടുവന്ന മൂവ്മെൻ്റാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ദ തേർഡ് മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ അഗ്രസീവ് നാഷണലിസം ഈസ് റിവഞ്ച് മൂവ്മെൻറ്റ്. വാട്ട് യു മീൻ ബൈ റിവഞ്ച് മൂവ്മെൻറ്റ്? റിവഞ്ച് മൂവ്മെൻറ്റ് ഈസ് ദ Germany occupied Alsace-Lorraine, the territories that were under the control of France in 1871. 1871 ഫ്രാൻസിൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന അൽസേസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ ജർമ്മനി എന്ത് ചെയ്തു? പിടിച്ചടക്കി. അപ്പോൾ ഇത് ആർക്ക് തന്നെ തിരിച്ചു വേണം? ജർമ്മനിക്ക് തന്നെ, അല്ലെ ഫ്രാൻസിന് തന്നെ തിരിച്ചു വേണം. അങ്ങനെ ഈ സ്ഥലങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി to recapture these territories, to recapture Alsace, Lorraine, the France formed a new movement. It is called revenge movement. ഈ സ്ഥലങ്ങൾ ജർമ്മനിയിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ഫ്രാൻസ് തുടങ്ങിയ പുതിയൊരു പ്രസ്ഥാനമാണ് റിവഞ്ച് മൂവ്മെൻറ്റ്. So we can say that based on aggressive nationalism, there is three movements. The first one, Pan-Slav movement, second one, Pan-German movement, and third one, revenge movement. Competition and conflict among the imperialist nations continued. സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരവും പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. The rivalry and the competition among imperialist nations led the European countries into several crises. സാമ്രാജ്യത്വ ശക്തികൾക്കിടയിലുള്ള ഈ ഒരു വിദ്വേഷവും അതുപോലെ മത്സരവും യൂറോപ്യൻ രാജ്യങ്ങളെ പല പ്രതിസന്ധിയിലേക്കും നയിച്ചു. Then the important crisis is Moroccan crisis and Balkan crisis. അതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതിസന്ധിയാണ് ഒന്ന് മൊറോക്കൻ ക്രൈസിസ് ആൻഡ് സെക്കൻഡ് വൺ ബാൽക്കൻ ക്രൈസിസ്. Then what do you mean by Moroccan crisis and what do you mean by Balkan crisis? Let us go through that. The first one is Moroccan crisis. Moroccan crisis എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 1904 ഒരു കരാറിലെത്തി. എന്താണ് കരാറെന്ന് വെച്ചാൽ, ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ പോയി ഫ്രാൻസ് ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി ആ സ്ഥലം പിടിച്ചെടുക്കാൻ ആര് വരില്ല? ബ്രിട്ടൻ വരില്ല. അപ്പം ഫ്രാൻസിന് ഏത് കിട്ടും? മൊറോക്കോ കിട്ടും. പക്ഷേ ഈ
ഈ മൊറോക്കയെ കൈവശപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന മറ്റൊരു രാജ്യമാണ് ജർമ്മനി. അപ്പോൾ ജർമ്മനി ഇതിനെ എതിർത്തു. ജർമ്മനി പറഞ്ഞു ഫ്രാൻസിന് അത് വിട്ടുകൊടുക്കൂല, അത് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഫ്രാൻസ് എന്ത് ചെയ്തു? അവരുടെ കീഴിലുണ്ടായിരുന്ന ഫ്രഞ്ച് കോങ്ങോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തെ ആർക്ക് വിട്ടുകൊടുത്തു? ജർമ്മനിക്ക് വിട്ടുകൊടുത്തു. അതോടുകൂടി ജർമ്മനി പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇനി മൊറോക്കോ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രാൻസിന് മൊറോക്കോയും ലഭിച്ചു, ജർമ്മനിക്ക് ഫ്രഞ്ച് കോങ്ങോയും ലഭിച്ചു. പക്ഷേ ഈ പ്രശ്നം പരിഹരിച്ചെങ്കിലും ഇവർക്കിടയിലുള്ള ശത്രുത തുടർന്നുകൊണ്ടേയിരുന്നു. So we can say that Moroccan crisis is a secret treaty was signed between Britain and France in 1904. According to this treaty, Britain accepted the claim of France over Morocco. മൊറോക്കോ ഫ്രാൻസ് പിടിച്ചടക്കിയത് ബ്രിട്ടൻ അംഗീകരിച്ചു. ബട്ട് ജർമ്മനി opposed the French claim over Morocco. മൊറോക്കോക്ക് മേൽ ഫ്രാൻസ് നൽകിയ എടുത്ത ഈ ആധിപത്യം ജർമ്മനി എതിർത്തു. കാരണം എന്താ? ജർമ്മനിക്ക് മൊറോക്കോ ആവശ്യമുണ്ട്. സോ ദ ജർമ്മനി സെൻഡ് ബാറ്റിൽ ഷിപ്പ് ടു ദ മൊറോക്കൻ പോർട്ട് അഗദീർ. അഗദീർ എന്ന് പറയുന്ന മൊറോക്കൻ തുറമുഖത്തേക്ക് ജർമ്മനി എന്ത് ചെയ്തു? ഒരു യുദ്ധക്കപ്പൽ അയക്കുകയും ചെയ്തു. Then France agreed to transfer a part of French Congo to Germany. ജർമ്മനിയോട് ഫ്രാൻസ് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരാം? ഫ്രഞ്ച് കോങ്ങോ തരാം. Then Germany agreed and the claim of Morocco given to France. അങ്ങനെ എന്ത് ചെയ്തു? ഇത് ജർമ്മനി അംഗീകരിക്കുകയും മൊറോക്കോയുടെ ക്ലൈം എന്ത് ചെയ്തു? മൊറോക്കോയുടെ പവർ ജർമ്മനി ഫ്രാൻസിന് നൽകുകയും ചെയ്തു. Thus the problem was solved temporarily. However, their rivalry and enmity continued. പ്രശ്നം പരിഹരിച്ചെങ്കിലും അവർക്കിടയിലുള്ള ശത്രുത തുടർന്നുകൊണ്ടേ ഇരുന്നു. Then what do you mean by Balkan crisis? It is the second imperialist crisis. Balkan crisis is the Balkan region is situated in Europe close to the Aegean Sea and Black Sea. യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ബാൽക്കൻ മേഖല. ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിട്ടാണ് ഈ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഒട്ടോമൻ എംപയർ. തുർക്കി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഈ ബാൽക്കൻ മേഖല. ഇൻ 1912 Balkan region, Balkan League, they defeated Turkey. 1912 ബാൽക്കൻ ലീഗിലെ എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് തുർക്കിയെ പരാജയപ്പെടുത്തി. വിച്ച് ആർ ദ ബാൽക്കൻ ലീഗ്? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ. ഇവരാണ് ബാൽക്കൻ ലീഗിൽപ്പെട്ട രാജ്യങ്ങൾ. അങ്ങനെ 1912 അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. However, the conflict among the Balkan League nations started in sharing the benefits of war. അങ്ങനെ ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങൾ, നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൻ ലീഗിലുള്ള രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? പ്രശ്നമായി. Then it led to the breakup of a league and it resulted in wars among them. അതോടുകൂടി ഈ ബാൽക്കൻ ലീഗ് എന്ത് ചെയ്തു? ബ്രേക്കപ്പായി, അതാകെ പൊട്ടിപ്പൊളിഞ്ഞ അവസാനം ആ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്തു? യുദ്ധങ്ങളിലേക്ക് എത്തി. So the second imperialistic crisis is Balkan crisis. These two imperialistic crises is the another factor for World War. After that, Austria tried to climb over the Balkan region with the help and support of Germany. ഇതിനുശേഷം ജർമ്മനിയുടെ സഹായത്തോടു കൂടി ബാൽക്കൻ മേഖല പിടിച്ചെടുക്കാൻ ഓസ്ട്രിയ ശ്രമിച്ചുകൊണ്ടിരുന്നു. At the same time, Serbia also tried to climb over the Balkan region with the help and support of Russia.
അതേസമയം റഷ്യയുടെ സഹായത്തോടു കൂടി ബാൾക്കൻ മേഖല പിടിച്ചെടുക്കാൻ സെർബിയയും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം ഈ ഓസ്ട്രിയയും സെർബിയയും തമ്മിൽ ഇങ്ങനെ ബാൾക്കൻ മേഖലയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളും അതുപോലെ മത്സരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം എ സെർബിയൻ യൂത്ത് ഗാവറിലോ പ്രിൻസപ്പ് assassinated, killed the Francis Ferdinand, the heir to the throne of Austria, at the Bosnian capital Sarajevo in June 1914. ഇതേ സമയത്താണ് 1914 ജൂണിൽ ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാൻഡ് എന്ന ആളെ ബോസ്നിയൻ തലസ്ഥാനമായ സരജാവയിൽ വെച്ച് അല്ലെങ്കിൽ സരയാവോയിൽ വെച്ച് ആര് കൊന്നു? സെർബിയക്കാരനായ ഒരു സാധാരണ മനുഷ്യൻ ഗാവ്ലോ പ്രിൻസപ്പ് വെടിവെച്ചു കൊന്നു. അപ്പോൾ സെർബിയക്കാരനായ ഒരാളാണ് ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഗാവ്രിലോ പ്രിൻസപ്പിനെ വെടിവെച്ച് കൊല്ലുന്നത് ബോസ്നിയൻ ക്യാപിറ്റൽ സരജേവോ അല്ലെങ്കിൽ സരയാവോയിൽ വെച്ചാണ്. ഇങ്ങനെ ആയപ്പോൾ ഓസ്ട്രിയ സെഡ് ദാറ്റ് സെർബിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് അസാസിനേഷൻ. ഈ കൊലക്ക് സെർബിയ ഉത്തരവാദിയാണെന്നും അതിന് നിങ്ങൾ മറുപടി പറയണമെന്നും ഓസ്ട്രിയ ആവശ്യപ്പെടുകയും ആൻഡ് ഓസ്ട്രിയ ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1914. 1914 ജൂലൈ 28 സെർബിയക്കുമേൽ ഓസ്ട്രിയ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. This is the sudden reason for First World War and the important reason for First World War. This incident led to the outbreaking of starting and beginning of First World War. First World War തുടങ്ങാനുണ്ടായ ഒരു സംഭവമാണ് ഇത്. Then the allied nations of Austria, they helped Austria. ഓസ്ട്രിയയുമായ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ ഓസ്ട്രിയയെ സഹായിച്ചു. വിച്ച് ആർ ദ allied nations of Austria, Germany and Italy. And the allied nations of Serbia, they helped Serbia. സെർബിയയുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങൾ സെർബിയയും സഹായിച്ചു. വിച്ച് ആർ ദ allied nations of Serbia, Russia, France and England. But almost all nations of the world directly or indirectly were involved in it. എന്നാലും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഉൾക്കൊണ്ടിരുന്നു. Therefore, this war is known as the First World War. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ നമ്മൾ ഒന്നാം ലോക മഹായുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ when the First World War broke out, Italy withdrew from the Triple Alliance and joined the Triple Entente, the British-French Alliance. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് തുടങ്ങിയപ്പോൾ ഇറ്റലിക്കാർ ട്രിപ്പിൾ അലിയൻസിൽ നിന്നും ഒഴിഞ്ഞു മാറി. എന്നിട്ട് ട്രിപ്പിൾ എൻറ്റൻ്റായ ബ്രിട്ടീഷ് ഫ്രഞ്ചിൻ്റെ കൂടെ കൂടി. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി പങ്കെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടോ? ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടന് വേണ്ടി ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 8 ലക്ഷം സൈനികരാണ് ബ്രിട്ടന് വേണ്ടി ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത്. അതിൽ 70,000 ആളുകൾ മരിക്കുകയും ചെയ്തു. ഒരുപാട് നാശനഷ്ടങ്ങൾ ഇന്ത്യക്കുണ്ടായി. അതിൽപ്പെട്ട ഏറ്റവും വലുതാണ് യുദ്ധത്തിന് വേണ്ട ചെലവുകളൊക്കെ, ബ്രിട്ടൻ്റെ ചെലവുകളൊക്കെ ഇന്ത്യ വഹിക്കേണ്ടി വന്നു. ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഇന്ത്യക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ കാരണമുണ്ടായിട്ടുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടന് വേണ്ടി വീരമൃത്യു വരിച്ച ഇന്ത്യക്കാരുടെ ഓർമ്മക്കായിട്ടാണ് ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത് മരിച്ച ആളുകളുടെ പേരുകൾ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്.
സോ വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ? എന്തൊക്കെയാണ് അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്? We can say that the reasons of First World War is, the first one, competition and conflict among the imperialist nations. Second one, mutual distrust and enmity among imperialist nations. Third one, formation of military alliance. And fourth one, manufacturing and buying lethal weapons. And fifth one is aggressive nationalism. Sixth one is imperialist crisis. And the last and important one is assassination of ഫ്രാൻസിസ് ഫെർഡിനാൻഡിൻ്റെ കൊല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ദീസ് ആർ ദ റീസൺസ് ഓഫ് ഫസ്റ്റ് വേൾഡ് വാർ. ദെൻ അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധം നടന്നു. യുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫലങ്ങളും ഒരുപാട് ഇമ്പാക്റ്റുകളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. What are the impact of First World War? What are the results of First World War? The First World War started in 1914 and it ended in 1918. 1914 തുടങ്ങിയ ഒന്നാം ലോക മഹായുദ്ധം 1918 അത് അവസാനിച്ചപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ ലോകത്തിനുണ്ടായി. What are the impacts of First World War? What are the results of First World War? So we will discuss about the impacts of First World War, the after effects of First World War in the next video.